ഓൾ അസ്സലാമലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പിൾ എക്സ്. നേന്ത്രപ്പായും റവയും ഉണ്ടാവുന്നത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 നേന്ത്രപ്പഴം വരെ മാക്സിമം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നേന്ത്രപ്പഴം ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ അടിഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറൊക്കെ ആകുന്ന വരെ കേട്ടോ ഞാൻ വഴറ്റി കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കുത്തി ഉടക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നേന്ത്രപ്പഴത്തിന് മധുരം ഒട്ടേറെ ഉണ്ടോ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്. നിങ്ങളെ കയ്യിൽ പൊടിയില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതുകൊണ്ട് ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 നേന്ത്രപ്പഴത്തിലേക്ക് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം ആ നെയ്യിൽ കടന്ന് റോസ്റ്റായി വരണം. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് കറുത്ത എള്ളാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1.25 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലും കൂടി ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വെള്ളം ഒന്ന് വറ്റി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറച്ച് മാറിയതിന് ശേഷം വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ചൂടാറാൻ ഞാൻ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിക്കാണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാറി കിട്ടും. അപ്പോൾ അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ എണ്ണ ആക്കിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ബോളാക്കിയതിന് ശേഷം സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഒരുപാട് കനം കുറച്ചിക്കാണ്ട് വേണ്ട കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. നമ്മൾ ഒരുപാട് എണ്ണയിലിട്ട് കാണ്ട് പൊരിച്ചെടുക്കണമെന്നൊന്നുമില്ല. ചെറിയൊരു ശാലോ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്ന് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഞാനൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിക്കൊണ്ടാണെങ്കിലും ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് വിഭവങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ പോയി കാണാൻ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കിയ പലഹാരങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. നേന്ത്രപ്പഴം കൊണ്ടും റവ കൊണ്ടും ഉണ്ടാക്കിയെടുത്ത അടിപൊളി സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കിനും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളശം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.